ഹലോ, നമ്മളങ്ങനെ നമ്മുടെ നോർത്ത് ഈസ്റ്റ് യാത്ര തുടരുകയാണ്. യാത്രയുടെ ഭാഗമായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിലായി ഉദയസൂര്യൻ്റെ നാട് എന്ന് വിശേഷിപ്പിക്കുന്ന അരുണാചൽ പ്രദേശിലെ ഡാമിൻ, ഹുറി എന്നിങ്ങനെ ഒന്ന് രണ്ട് ഗ്രാമങ്ങളിലെ കാഴ്ചകൾ നിങ്ങളുമായിട്ട് പങ്കുവച്ചിരുന്നു. അതിനുശേഷം നമ്മളിപ്പോൾ ഉള്ളത് ചാത്തെ എന്ന മനോഹരമായ ഒരു ഉൾഗ്രാമത്തിലാണ്. ഈ ഗ്രാമത്തിലേക്ക് എത്തിച്ചേരുക എന്നുള്ളത് വളരെ ദുഷ്കരമായ യാത്രാ അനുഭവമായിരുന്നു. ഏകദേശം ഒരു 10 കിലോമീറ്ററോളം ഓഫ് റോഡ് താണ്ടിയാണ് ചാത്തെ ഗ്രാമത്തിലേക്ക് എത്തിച്ചേർന്നത്. ഈ ഗ്രാമത്തിൽ നമ്മൾ ജോമാനച്ചൻ്റെ പരിചയത്തിലുള്ള ഒരു വീട്ടിൽ കയറി അവരുടെ ഓറഞ്ച് തോട്ടത്തിൽ നിന്നും ഓറഞ്ച് പറിച്ച് കഴിക്കുകയും കൂടാതെ കുറച്ച് കവറിലാക്കി എടുക്കുകയൊക്കെ ചെയ്തിരുന്നു. അതിനുള്ള പ്രധാന കാരണം നമ്മളിനി മറ്റൊരു ഗ്രാമത്തിലേക്ക് പോവുകയാണ്. അത് കുറച്ച് ദൂരം നടന്നു പോകേണ്ട ഒരു ഗ്രാമമാണ്. ജോമാനച്ചൻ പറഞ്ഞ പ്രകാരം നമ്മൾ വളരെ വേഗത്തിൽ നടന്നു കഴിഞ്ഞാൽ 2 മണിക്കൂർ കൊണ്ട് ആ ഗ്രാമത്തിൽ എത്തിച്ചേരാൻ സാധിക്കും. പക്ഷേ വീഡിയോ ഒക്കെ എടുത്ത് പതുക്കെയാണ് പോകുന്നതെങ്കിൽ 3.5-4 മണിക്കൂറോളം നടന്നെങ്കിൽ മാത്രമേ ആ ഒരു ഗ്രാമത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. ആ ഗ്രാമത്തിൻ്റെ പേരാണ് സനം റിയാങ്. അപ്പോൾ ഇന്നത്തെ യാത്രയുടെ ഭാഗമായിട്ട് സനം റിയാങ് എന്ന ആ ഒരു ഗ്രാമം ലക്ഷ്യമാക്കിയുള്ള നടത്തം തുടരുകയാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇന്ത്യ ഇൻസൈറ്റ് ചാപ്റ്റർ 1ൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വെൽക്കം ടു ബി ബ്രോ സ്റ്റോറീസ്. അപ്പം ഇനി ഐശ്വര്യമായിട്ട് നടത്താൻ തുടങ്ങാം. അല്ലാച്ചാ കയറിയേക്കോ സാറേ, പിടിച്ച് കയറിക്കോ, ഒന്നും നോക്കണ്ട. സാറിൻ്റെ കുടയും വടിയൊക്കെ വലിയ പാടുപെടും. ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ കയറേണ്ടി വരും. പോട്ടെ, പറ്റും. യെസ്, ഇനി നമുക്ക് കയറാം. കയറാൻ പറ്റും അല്ലേ? ഇങ്ങനെ വേണം കേട്ടോ മുകളിലേക്ക് കയറാനായിട്ട്. ഒരു പ്രത്യേക ബാലൻസാണല്ലോ ഇതിനകത്ത് കയറാനായിട്ട്. എന്തായാലും കൊള്ളാം. ഇതിൻ്റെ തുഞ്ചത്തോടെ വേണമല്ലോ പോകാൻ അച്ഛാ. വണ്ടി വന്ന പോലെ തന്നെ അല്ലേ? ഇവിടെയുള്ളവർക്കൊന്നും പ്രശ്നം കാര്യമില്ല. ഇവർക്ക് സ്ഥിരം ആയതുകൊണ്ട് കുഴപ്പമില്ല. വിദ്യാഭ്യാസ ആനയെ ഇപ്പോൾ പറഞ്ഞ പോലെ. ഇതെൻ്റെ പണി. ഇതൊക്കെ ഭയങ്കര റിസ്ക്. ഇങ്ങോട്ട് തന്നെ തെന്നി പോയി കഴിഞ്ഞാൽ പണി കിട്ടുമല്ലോ. ഒന്ന് ചവിട്ടിപ്പിടിച്ച് കയറട്ടെ. അതൊരു കമ്പി ഉള്ളത് നന്നായി. എന്തായാലും എൻ്റെ അമ്മ സെറ്റ് പരിപാടി. ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ പോയാൽ തീർന്നു. തീർന്നില്ല, ഇനിയുണ്ട് കേട്ടോ. ആ കാണുന്നൊരു വീടാണോ ഫാദർ? ഇത് വീടാണോ? ഇതെല്ലാം വീടല്ലേ? നമുക്ക് നോക്കിയറിയാം. ഇതൊരു ഡെവലപ്മെൻറ്റ് വരുന്ന വഴി നോക്കിയറിയാം. കാരണം ഹുറി വന്നു. ഹുറി അത്യാവശ്യം ഡെവലപ്മെൻറ്റാണ്. അതിനക്കരം താഴെ കിടക്കുന്നതാണ് ചാത്തെ. ഓക്കെ ഓക്കെ. അത്രയും പോലും ഡെവലപ്മെൻറ്റ് വരാത്ത സ്ഥലമാണ് ഇനി ചെല്ലാൻ പോകുന്ന സ്ഥലം ചെയ്യാം. ഓക്കെ. കാരണം പണ്ട് ഹുറി വരെ ഡമ്മി വരെ വഴി ഉണ്ടായിരുന്നുള്ളൂ. ഹുറി വരെ വഴി ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ വന്ന വഴി ഇല്ലായിരുന്നു. അപ്പോൾ അവർ നടന്നു വരുന്നത്. ഓക്കെ. ഈ അടുത്ത കാലത്താണ് ചാത്തെ വരെയുള്ള വഴി വന്നത്. ശരി. അപ്പോൾ അതിൻ്റേതായ ഒരു മാറ്റം ചാത്തെ വന്നിട്ടുണ്ട്. അതല്ലേ? ആൾക്കാർ കുറച്ചും കൂടി ഒരു പുറലോകമായിട്ട് ബന്ധം വന്ന് ഒരു പുറലോകമായിട്ടൊക്കെ ബന്ധപ്പെട്ട് തുടങ്ങി. അപ്പോൾ ഇതിനു മുന്നേ അപ്പോൾ അവർക്ക് വലിയ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ പോയി വരുമൊക്കെ? ഫാദർ അമ്മച്ചിക്ക് കണ്ണ് കാണത്തില്ല. സനം റിയാ 15 അമ്മച്ചിക്ക് കണ്ണ് കാണത്തില്ല. സൗണ്ട് വെച്ചിട്ട് ചോദിച്ചായിരിക്കും അല്ലേ? ഓക്കെ ഓക്കെ. കണ്ണ് കാണത്തില്ല. എന്താ പറഞ്ഞേ? കണ്ണ് കാണത്തില്ല. ഓക്കെ ഓക്കെ. അവർ നിഷിലാണോ പറഞ്ഞേ? ഓക്കെ. അവർക്കൊന്നും ഹിന്ദി അറിയില്ലല്ലോ? ഹിന്ദി അറിയത്തില്ല. ഹിന്ദി അറിയത്തില്ല. ഓക്കെ. അപ്പോൾ അച്ഛനെ കുറച്ച് നിഷയൊക്കെ അറിയാവുന്നതുകൊണ്ട് രക്ഷപ്പെട്ടു. അപ്പം അങ്ങനെ ഒരു പുറലോകമായിട്ട് ബന്ധപ്പെടാതെ ഒരു വഴി വന്നപ്പോൾ അവർക്ക് വലിയ സന്തോഷമായി അല്ലേ ഫാദർ? യെസ്. ഇതിൻ്റെതായ ഒരു മാറ്റം വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു മാറ്റം അല്ലേ? നല്ല കാര്യമല്ലേ അവർക്കൊരു പുറത്തേക്കൊക്കെ പോയി വരാനായിട്ടേ. അപ്പം നമ്മൾ വന്ന വഴിയാണെങ്കിലും കുറച്ച് ഡേഞ്ചറാണ്, എന്നാലും അതെങ്കിലും ഉണ്ടല്ലോ. വരാറായി. അതാ ഞാൻ പറഞ്ഞു. നേരത്തെ ഒട്ടുമില്ലായിരുന്നു. ഓക്കെ ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ് അച്ഛൻ പറഞ്ഞത് കേട്ടല്ലോ. ഈ ഒരു ഗ്രാമത്തിൻ്റെ കഥകളാണ് അച്ഛൻ പറഞ്ഞത്. ഇനിയിപ്പോൾ ഒരുപാട് നടക്കാനുണ്ട്. ഇവിടെ ഒരു ചെറിയ സംഭവമുണ്ട് ഇങ്ങനെ ചാടിക്കിടക്കാനായിട്ട്. എന്തായാലും അത് കൊള്ളാം. അത് പിന്നെ വലിയ ബുദ്ധിമുട്ടില്ലായിരുന്നു ചാടിക്കിടക്കാനായിട്ട്. അയ്യോ, ഇനി ഈ മലയാണോ ഫാദർ നമുക്ക് കയറേണ്ടത്? ഇത് വഴിയൊന്നും ഇല്ലല്ലോ, ഒരു നടപ്പുവഴി മാത്രമല്ലേ ഉള്ളൂ. ഇതെങ്ങനെ ഒരു ഉന്നം പിടിച്ച് നമ്മളവിടെ എത്തും? വഴി ഇത് തന്നെ അല്ലേ? അച്ഛൻ പിന്നെ സ്ഥിരം വരുന്നതുകൊണ്ട് 1-2 മല കയറും. നമുക്ക് 1-2 മല കയറണം, അത്രേ ഉള്ളൂ. നിസ്സാരം, വരുന്ന പ്രശ്നമുള്ള കാര്യമല്ലല്ലോ. ഇത് കഴിഞ്ഞിട്ട് വേണം വന്നിട്ട് നല്ല അമൃതാഞ്ജൻ ഇട്ടൊന്ന് കാലും കൈയൊക്കെ ഒന്ന് തീരുമാനമായിട്ട്. നിങ്ങൾ മടുത്തെങ്കിൽ പറയണം കേട്ടോ.
മടുക്കില്ല അച്ഛാ, ഞാൻ ഒരിക്കലും മടുക്കില്ല. ഞാൻ വീണ് കിടക്കുമ്പോൾ അച്ഛനെ നോക്കിയാൽ മതി. ഞാനങ്ങനെ കയറി പോവും. അച്ഛൻ കയറി പോലെ. ഓ ഇത് വളരെ ഇത് ഇവരുടെ വഴി എന്ന് പറഞ്ഞാൽ അതാണ് ഞാൻ ആലോചിച്ചത്. മഴക്കാലത്തൊന്നും ഞങ്ങൾക്കൊരു കഷ്ടപ്പാടും ഇല്ല. ഓ ഞങ്ങളൊക്കെ ആളുകൾ, നിങ്ങളൊക്കെ നിഷിയുടെ ആൾക്കാരായി മാറിയല്ലേ? നിഷി ആളുകൾ പുഷ്പം പോലെ. ഇപ്പം നമ്മൾ താഴെ കണ്ട അമ്മാമ്മ പോലും ചാടി ചാടി കയറും, പുഷ്പം പോലെ ചാടി ചാടി കയറും. ഷോ എൻ്റെ പൊന്നെ സമ്മതിക്കണം. അല്ല സാറേ, ഇത് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, കഠിനമാണ്. നമ്മളെ കൊണ്ട് കൂടിയേ കൂടും തോന്നില്ലെന്ന് പറഞ്ഞ പോലെ അച്ഛൻ പറഞ്ഞപ്പോൾ ഞാൻ ചാടിപ്പോരാന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ ഇതങ്ങനെയല്ല, ഉദ്ദേശിയിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ്. നമ്മൾ പല ഗ്രാമങ്ങളിലും ആദിവാസി ഊരുകളിലൊക്കെ നടന്നു പോയി കാഴ്ചകൾ കണ്ടിട്ടുള്ള ആൾക്കാരാണ്. പക്ഷേ അതിനെ വെച്ച് ഒരിക്കലും ഇത് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഇതിന് വഴിയില്ല. കാല് തെന്നിക്കഴിഞ്ഞാൽ നേരെ ഉരുണ്ടുരുണ്ട് എൻ്റെ അമ്മേ വന്ന സ്ഥലത്ത് തന്നെ ചെല്ലും എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു രസകരമായ കാര്യം. ഓ എൻ്റെ അമ്മ 2 മിനിറ്റ് നിൽക്കാം. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും, ഈ ഒരു ചെറിയ മലയാണോ നിങ്ങൾ കയറാനായിട്ട് ബുദ്ധിമുട്ടുന്നത്, ഇത്ര പെട്ടെന്ന് ശ്വാസം മുട്ടിയോ എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും. കാണുമ്പോൾ വളരെ ഈസി ആയിട്ട് നടന്ന് കയറാമെന്ന് വിചാരിക്കും. പക്ഷെ ഒരിക്കലും നടക്കില്ല. ഞാൻ ഇങ്ങനെയുള്ള പ്രദേശങ്ങളെക്കുറിച്ച് മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ആൾട്ടിറ്റ്യൂഡ് കൂടിയ പ്രദേശത്തു കൂടി ഒരിക്കലും വേഗത്തിൽ നടക്കാനായിട്ട് സാധിക്കില്ല. നമുക്ക് പെട്ടെന്ന് കിതപ്പുണ്ടാകും. ഞാനും അച്ഛനൊക്കെ ഇടുക്കിക്കാരനാണ്. പക്ഷേ നമ്മൾ ഹൈ റേഞ്ചിൽ മല കയറുന്ന പോലെയോ ട്രെക്കിംഗ് പോകുന്നത് പോലെയൊന്നുമല്ല. കാരണം അതിൻ്റെ ഇരട്ടിയാണ് ഇവിടുത്തെ ആൾട്ടിറ്റ്യൂഡ്. നമ്മളിപ്പോൾ ഇടുക്കി ജില്ലയിലെ മൂന്നാർ എടുക്കുകയാണെങ്കിൽ, മൂന്നാർ സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 5200 ഫീറ്റ് അല്ലെങ്കിൽ അടി ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനിയിപ്പോൾ മൂന്നാറിനടുത്തുള്ള ഏറ്റവും ഉയർന്ന പ്രദേശമായ മീശപ്പുലിമല എടുക്കുകയാണെങ്കിൽ ഏകദേശം 8700 അടിയാണ് സമുദ്രനിരപ്പിൽ നിന്നും. എന്നാൽ അരുണാചൽ പ്രദേശിലെ ഇതുപോലത്തെ മലനിരകൾ അതിനേക്കാളൊക്കെ നല്ല ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങളാണ്. നമ്മൾ മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിരുന്നു, ഇവിടെ നിന്ന് അധികം ദൂരത്തിലല്ല സെലാപാസ് സ്ഥിതി ചെയ്യുന്നത്. അരുണാചൽ പ്രദേശിലെ ഏറ്റവും ഉയരം കൂടിയൊരു പ്രദേശമാണ് സെലാപാസ്. അതിൻ്റെ ഉയരം സമുദ്രനിരപ്പിൽ നിന്നും 13700 അടിയാണ്. അതിൻ്റെ അത്രയും ഉയരമില്ലെങ്കിലും ഏകദേശം അതിൻ്റെ അടുത്ത് തന്നെ ഉയരത്തിലുള്ള ഒരു പ്രദേശത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഓൾട്ടിറ്റ്യൂഡ് കൂടിയ പ്രദേശത്തു കൂടി വളരെ വേഗത്തിൽ നടന്ന് നീങ്ങാനായിട്ട് സാധിക്കില്ല. പെട്ടെന്ന് ശരീരം തളരുകയും ശ്വാസം മുട്ടലുണ്ടാകുകയൊക്കെ ചെയ്യും. അങ്ങനെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഇവിടെ അടുത്തൊന്നും ഹോസ്പിറ്റലില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ സ്വാഭാവികമായിട്ടും നമ്മൾ ചിന്തിക്കുന്നത് ഇവിടുത്തെ ആൾക്കാർ ദിവസവും കയറി ഇറങ്ങുന്നു എന്നുള്ളതാണ്. ശരിയാണ്, അവർക്ക് 2-3 തവണ ഈ കാണുന്ന വഴിയിലൂടെ കയറി ഇറങ്ങിയാലും അവർക്ക് ക്ഷീണമോ മടുപ്പോ കിതപ്പോ ശ്വാസം മുട്ടലോ ഒന്നും ഉണ്ടാകില്ല. അതിനുള്ള പ്രധാന കാരണം അവർ ഈ ഒരു പ്രദേശവുമായിട്ട് ഇഴുകി ചേർന്ന് കഴിഞ്ഞു. അവർ ചെറുപ്പം മുതലേ ഈ കാണുന്ന വഴിയിലൂടെയൊക്കെ നടന്ന് അവരുടെ ലെൻസിൻ്റെ കപ്പാസിറ്റി വളരെ വളരെ സ്ട്രോങ് ആണ്. ജോമനച്ചൻ നമ്മളോട് പറയുകയാണ്, നമ്മളിപ്പോൾ പോകുന്ന ഗ്രാമത്തിലെ ആൾക്കാർ ഈ കാണുന്ന വഴിയിലൂടെ 2-3 തവണ സഞ്ചരിക്കുമെന്ന്. അതായത് എന്തെങ്കിലും സാധനം മേടിക്കാൻ പോകണമെങ്കിലും പിന്നെ ആ ഗ്രാമത്തിലുള്ള കുറച്ച് ആൾക്കാർ പുറത്തൊക്കെ പണിക്ക് പോകുന്നുണ്ട്. ബിആറോടെ റോഡ് പണിക്കൊക്കെ പോകുന്നുണ്ട്. അതായത് വഴിപണിയൊക്കെ നടക്കുന്ന സ്ഥലങ്ങളുണ്ടല്ലോ, അവിടെയൊക്കെ പണികൾ ചെയ്യാൻ വേണ്ടി ഈ ഗ്രാമത്തിൽ നിന്നൊക്കെ ആൾക്കാർ പോകാറുണ്ട്. അങ്ങനെ ഒരു ദിവസം തന്നെ അവർ പലതവണ കയറി ഇറങ്ങുന്ന ഒരു വഴിയാണ് നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ നമ്മളിവിടെ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് നടന്ന് മുകളിലേക്ക് കയറുന്നത്. പറ്റുമെങ്കിൽ പറഞ്ഞോ സാറേ, പറ്റുമെങ്കിൽ പറഞ്ഞോ. ശ്വാസം കിട്ടിയിട്ടാണെങ്കിലും പറയാം. അത് മതിയോ? അച്ഛന് കുഴപ്പമില്ല. അച്ഛൻ പയർ പോലെ ചാടി ചാടി കയറി പോകുന്നുണ്ട്. അച്ഛൻ എല്ലാ ആഴ്ച ഇവിടെ കയറി ശീലമായിരുന്നേ. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ. കാര്യങ്ങൾ ഗൗരവതരമാണ് കാര്യം. അതാണ് ഈ ഒരു കയറ്റമല്ല, നല്ല കയറ്റം എന്ന് പറയുന്നതേ ഉള്ളൂ. ബാക്കി തന്നെ ഇത് കൂട്ടൊരു 5 കയറ്റോടെ കുറച്ച് ആശ്വാസ വചനങ്ങളൊക്കെ ചൊരിയുന്നുണ്ട്. അതന്നെ കുറച്ച് നേരം ഇത് മാത്രമേ ഉള്ളൂ, പേടിക്കണ്ട, പിന്നെ ശീലമായിക്കോളും. ശ്വാസം കിട്ടാതായിക്കോളും എന്ന് പറയും. ഇത് മാത്രം ശ്വാസം കിട്ടും. അതാണ് എന്ന് അച്ഛൻ ആശ്വസിക്കുന്നുണ്ട്. എന്തായാലും കൊള്ളാം. ഇനി അടുത്ത നടത്താൻ തുടങ്ങാം അല്ലേ? ആ, ശ്വാസം കിട്ടിയ സ്ഥിതിക്ക് കുറച്ച് പോവാം. കുറച്ച് കയറാം. ഓക്കെ, കുറച്ച് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരത്തെ കിട്ടും. ഓ
ഓ എൻ്റെ പൊന്നു, അവസാനം നമ്മളൊരു നിരപ്പെന്ന് പറയാനില്ലല്ലോ അല്ലേ, ഒരു 1/4 സെൻറ്റ് നിരപ്പായ സ്ഥലത്തേക്ക് എത്തിച്ചേർന്നു. ഓ എൻ്റെ, ഇനി ശ്വാസം വിട്ടിട്ട് ബാക്കി പറയാം. कोट इधर रखो, मैं हम लोग वापस आने के समय लगेगा. ഓക്കെ. പറഞ്ഞോട്ടോ. അങ്ങനെ എന്തായാലും ജാക്കറ്റ് ഊരി ഇവിടുത്തെ വീട്ടിൽ കൊടുത്ത് നമ്മൾ പിന്നെയും നടത്താൻ ആരംഭിച്ചിരിക്കുകയാണ്. ജാക്കറ്റോട് ഇട്ടപ്പോഴത്തേനും നല്ല ചൂട്, ചെറിയ തണുപ്പുണ്ട് പുറത്ത്, എന്നാലും പക്ഷേ നമ്മളെ നടക്കുമ്പം ജാക്കറ്റ് ഇടുമ്പോഴത്തേനും പെട്ടെന്ന് വിയർക്കും, കാരണം അതിനകത്ത് നല്ല ചൂടാലോ. എന്തായാലും നടക്കുന്നതിന് പ്രത്യേകിച്ച് ജാക്കറ്റിൻ്റെ ആവശ്യമില്ല. ഇനിയിപ്പോൾ തിരിച്ച് വരുമ്പം ചെറിയ തണുപ്പ് ചിലപ്പോൾ കൂടുമായിരിക്കും, കാരണം നമ്മൾ ലേറ്റ് ആവുമല്ലോ ഇവിടെ എത്തുമ്പോഴത്തേനും. നോക്കാം എന്തായാലും. ഓ ഇനി അങ്ങോട്ട് ഇങ്ങനെ തന്നെയാണല്ലേ, ഇതിനൊരു അവസാനമില്ല. എൻ്റെ ഓക്കെ, അവിടെ സേഫായി. ഇനി ഇവിടെ കൂടെ കടന്നു പോയാൽ ഓക്കെയാണ്. നമ്മളങ്ങനെ നടന്നു പോകുന്ന വഴിയിൽ ചാത്തെ വില്ലേജിൻ്റെ ഭാഗമായിട്ടുള്ള മറ്റൊരു ഗ്രാമത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. നമ്മൾ പോകുന്ന സനംറിയാങ് ഗ്രാമത്തിൻ്റെ പോകുന്ന വഴിയിലുള്ള ഒരു ചെറിയ ഗ്രാമമാണിത്. ഈ ചാത്തെ വില്ലേജിൽ മൊത്തത്തിൽ ഏകദേശം 12ഓളം വീടുകളുണ്ടെന്നാണ് ജോമനച്ചൻ നമ്മളോട് പറഞ്ഞത്. ഈ ഗ്രാമത്തിൽ എത്തിച്ചേരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് വളരെ പുരാതനമായ വീടുകളാണ് ഇവിടെയുള്ളത്. വീടുകൾ പുരാതനമാണെങ്കിലും മേൽക്കൂര ടിൻഷീറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കാട്ടിൽ നിന്ന് ലഭിക്കുന്ന തടി, മുള എന്നിവ കൊണ്ട് മാത്രം നിർമ്മിച്ചിരിക്കുന്ന വീടുകളാണ് ഇവിടെയെല്ലാം. വീടിൻ്റെ മുൻവശത്തായിട്ട് 1, 2, 3, 4, 5 മൃഗത്തിൻ്റെ തലയോട്ടിയുടെ കുറച്ച് ഭാഗങ്ങളും കൊമ്പുകളും നമുക്ക് കാണാൻ കഴിയും. അതിനോട് ചേർന്ന് ഒരു കയറും തൂക്കിയിട്ടിരിക്കുന്നത് കാണാം. നമ്മൾ ഈ കാണുന്ന മൃഗത്തിൻ്റെ കൊമ്പും തലയോട്ടിയുടെ ഭാഗങ്ങളൊക്കെ മിഥുൻ എന്ന മൃഗത്തിൻ്റെതാണ്. ഇത് കണ്ടപ്പോഴാണ് ഓർത്തത്. ഇനി PSCക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ പറയാം. അരുണാചൽ പ്രദേശിൻ്റെ സംസ്ഥാന മൃഗം ഏതാണെന്ന് ചോദിച്ചാൽ അതിനുത്തരം മിഥുനാണ്. അതുപോലെ ഇവരുടെ സംസ്ഥാന പക്ഷി എന്നറിയപ്പെടുന്നത് മലമുഴക്കി വേഴാമ്പലാണ്. അപ്പോൾ PSC ഒക്കെ പഠിക്കുന്ന ആൾക്കാർ ഇനി ഇത് ഓർത്തു വെക്കുക. ഇനി ഇവിടെ തൂക്കിയിട്ടിരിക്കുന്ന ആ കയറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അത് മിഥുനെ കൊല്ലാനായിട്ട് ഉപയോഗിക്കുന്നതാണ്. അരുണാചൽ പ്രദേശിലൂടെ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു മിഥുൻ്റെ കഴുത്തിൽ കയറിട്ട് നടത്തിക്കൊണ്ട് പോവുകയാണെങ്കിൽ ആ മൃഗത്തിനെ കൊല്ലാനായിട്ട് അവർ കൊണ്ടുപോവുകയാണെന്നാണ് അർത്ഥം. നമ്മൾ ഈ ഗ്രാമത്തിൽ കാണുന്ന മിഥുനെ അവർ കെട്ടിയിട്ട് വളർത്തുകയില്ല. ഇതൊരു കാട്ടുമൃഗമായിട്ട് തന്നെയാണ് വളർന്നു വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ചിന്തിക്കും, എങ്ങനെയാണ് ഈ മിഥുനെ ഇവർ ഇണക്കുന്നത് എന്ന്. മിഥുനെ ഇവർ ഇണക്കുന്നത് ഉപ്പ് കൊടുത്തിട്ടാണ്. നമ്മൾ ഈ ഗ്രാമത്തിൽ എത്തിച്ചേരുമ്പോൾ മറ്റൊരു കാഴ്ച കാണാനിടയായത് ഒരു മിഥുനെ 2 പേർ ചേർന്ന് കയറുപയോഗിച്ച് അതിൻ്റെ കഴുത്തിലൂടെ ഇട്ട് പിടിക്കുന്നതായി കണ്ടു. അപ്പോൾ നമ്മൾ വിചാരിച്ചു അതിനെ കൊല്ലാൻ വേണ്ടിയായിരിക്കുമെന്ന്. എന്നാൽ ഈ ഗ്രാമവാസികളോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അത് മിഥുൻ്റെ കുഞ്ഞാണ്, അതിനെ ഇണക്കി വളർത്താൻ വേണ്ടി കഴുത്തിൽ കയറിട്ട് പിടിച്ച് കെട്ടി ആദ്യമേ അതിന് ഉപ്പ് കൊടുക്കുമെന്ന്. അങ്ങനെ ഉപ്പ് കൊടുക്കുന്നതോടുകൂടി അത് ഇണങ്ങുമെന്നാണ് അച്ഛനും ഗ്രാമവാസികളും നമ്മളോട് പറഞ്ഞത്. പിന്നീട് ഉപ്പ് കൊടുത്തതിന് ശേഷം അതിൻ്റെ കയർ ഊരി വിടുമെന്നും അവർ നമ്മളോട് പറഞ്ഞു. അങ്ങനെ ഉപ്പ് കൊടുത്ത് ഇണക്കി വളർത്തുന്ന കുറച്ച് മിഥുനെ നമുക്ക് ഇവിടെ ഈ ഗ്രാമത്തിൽ കാണാൻ കഴിഞ്ഞു. ഇനി കുറച്ചുകൂടി കാര്യങ്ങൾ മിഥുനെ സംബന്ധിച്ച് പറയാനുണ്ട്. അത് നമ്മൾ അടുത്ത ഗ്രാമത്തിൽ എത്തുമ്പോഴത്തേനും പറയുന്നതായിരിക്കും. എന്തായാലും ചാത്തെ ഗ്രാമത്തിലെ ഗ്രാമവാസികളൊക്കെ ആയിട്ട് കുറച്ചുനേരം സംസാരിച്ചതിന് ശേഷം നമ്മൾ തുടർന്നുള്ള നടത്തം ആരംഭിച്ചിരിക്കുകയാണ്. തുടർന്നുള്ള നടത്തത്തിൽ ഒരു സുഹൃത്തും കൂടി നമ്മോടൊപ്പം യാത്രയിൽ പങ്കുചേർന്നിരിക്കുകയാണ്. പേരെന്താണെന്ന് വെച്ചാൽ പറഞ്ഞ ചാത്തെ തന്യ. ഓക്കെ, അപ്പോൾ ചാത്തെ തന്നെയാണ് നമ്മളെ നയിച്ചുകൊണ്ട് പോകുന്നത് അദ്ദേഹത്തിൻ്റെ ഗ്രാമങ്ങൾ കാണിക്കാൻ വേണ്ടി. എൻ്റെ പൊന്നോ മതി. അടുത്ത് സ്ഥിരമായിട്ട് വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല. കുറേ ദിവസമായിട്ട് അങ്ങനെ അധികം നടപ്പില്ലല്ലോ. നമ്മൾ പരമാവധി വാഹനമായിട്ട് പോകും, അവിടെ പോയിട്ട് വിഷ്വൽസ് എടുക്കും, തിരിച്ചു വരും, അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. പക്ഷേ ഇത് 1.5 യാത്രയായിപ്പോയി. ഇനിയുണ്ട് കേട്ടോ, ഒന്നും ആയിട്ടില്ല. കണ്ടോ, ഈ കാണുന്ന വഴിയിലൂടെ ഇങ്ങനെ നടന്നു വേണം മുകളിലേക്ക് കയറാനായിട്ട്. ശരിക്കും പറഞ്ഞാൽ ഈ മല ഇരിക്കുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഇതിലൂടെ ഇങ്ങനെ നടന്നു വേണം മുകളിലേക്ക് കയറാനായിട്ട്. ഒരല്പം ചെരിവൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അനായാസം നടന്നു കയറാം. കുത്തനെയൊക്കെ കയറുക എന്ന് പറയുമ്പോഴത്തേനും ആരുടെ ആണെങ്കിലും അടപ്പ് തെറ്റിപ്പോകും. എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ നമ്മൾ നടന്ന് ആ ഗ്രാമത്തിൽ എത്തുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാനായിട്ട് സാധിക്കില്ല. അതാണ് എല്ലാ യാത്രയുടെയും അവസാനം. ഒരു സന്തോഷകരമായ ഒരു കാര്യം നമുക്കെപ്പോഴും ഉണ്ടാകും. ആ ഒരു സന്തോഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. പോയി നോക്കാം.
ഫാദർ എന്താ ഇദ്ദേഹം പറയുന്നത്? അദ്ദേഹം പറഞ്ഞത് നമ്മൾ ഇന്നലെ ഒരു വീട്ടിൽ പോയപ്പോൾ നമ്മൾ കണ്ടു, അദ്ദേഹം പറഞ്ഞു ഇതാണ് ലോക്കൽ കാർപ്പറ്റ് എന്ന്. ലോക്കൽ കാർപ്പറ്റ്. അതുണ്ടാക്കുന്ന മരമാണ്, അതിന്റെ ഇലയാണ്, ഇല ഉപയോഗിച്ചാണ് ആ ലോക്കൽ കാർപ്പറ്റ് ഉണ്ടാക്കുന്നത്. ഓ, അതായത് വിരിച്ചിട്ടിരിക്കുന്നത്, നെയ്തെടുത്തേക്കുന്നത് അല്ലേ? ഓ, ഇങ്ങനെ ചുളുങ്ങി കൈസേ ബനായേഗാ उसको ये और एक बार दिखाओ. अच्छा इसको फेंक दे इसको. ഇതിപ്പോ മുള്ളൊക്കെ നിറഞ്ഞ ഒരു इसमें बहुत सारे कट्टे हैं. उसको मैं हल्का से यहाँ से छील देंगे तो मैं ऐसा खोल जाएगा, उसको खोल जाएगा. മുള്ളങ്ങ് കളയും. दाऊ होता तो इधर से ऐसे कट जाता है. ഇലയുടെ രണ്ട് വശത്തും മുള്ളാണ്. മുള്ളൊക്കെ ദാവ് വെച്ച് അത് അവര് വാള് വെച്ച് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് 2 പീസാക്കും. എന്നിട്ട് അത് വളരെ മനോഹരമായിട്ട് മടഞ്ഞെടുക്കും. അത് ഒരു എക്സ്പെർട്ട് ആണ്. വളരെ പെട്ടെന്ന് നമ്മൾ കാണുമ്പോൾ വളരെ പെട്ടെന്ന് ഇവർ പഞ്ഞെടുക്കും. ഇതാണ് നമ്മുടെ കാർപ്പറ്റൊക്കെ വീടിനുള്ളിൽ കാണുന്നത്. ഇവരുടെ എല്ലാം വീട്ടിൽ കാർപ്പറ്റ് ഉണ്ട്. ഇതാണ് ഇവർ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ മരത്തിന്റെ ഇതാണ് ഉപയോഗിക്കുന്നത്. ഈ മരത്തിന്റെ നാം തക്കുവിന്റെ മരം ഉപയോഗിച്ചിട്ടാണ് ഒരു കാർപ്പറ്റ് ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു പുതിയ അറിവ് കിട്ടിയിരിക്കുകയാണ്. പോ സാറേ, വീഴണ്ട. അങ്ങനെയൊക്കെ ഓരോ അനുഭവങ്ങൾ നമുക്കിങ്ങനെ മനസ്സിലാക്കി പോവാം. തക്കു, ഒരു പുതിയ മരത്തിന്റെ പേര് പിടിയിട്ടല്ലേ സാറേ? നമ്മുടെ നാട്ടിലൊന്നും ഇല്ലല്ലോ ഈ സാധനം. നമ്മുടെ നാട്ടില് വേറൊരു സാധനമാണ് കൈത. അതിന്റെ ഒരു മോഡൽ നമ്മുടെ തോട്ടുവരമ്പിലും കായൽവരമ്പിലൊക്കെ കാണുന്ന കൈതയുടെ ഒരു ഇത് പക്ഷെ ഒരു മരമല്ലേ? ഇതൊരു മരമല്ലേ? കൈതയ്ക്ക് ഒരു സ്റ്റെം ഉണ്ടാവും. അതേപോലെ ഈ ലീഫിന്റെ സൈഡിലൊക്കെ മുള്ളുണ്ടാവും. അത് നമ്മൾ തഴപ്പായ ഉണ്ടാക്കുമല്ലോ. അതെ, പക്ഷെ അതിന്റെ ലീഫ് ചെറുതാണ്. അത് ചെറുതാണ്, അതിന്റെ ഒരു വകഭേദമായിട്ട് കരുതാന്ന് പറയുന്നു. ഓക്കെ, അപ്പൊ അതും ശരിയാണ്. ഇപ്പൊ സാറിനോട് ഞാൻ 100% യോജിക്കുന്നു. ഭാഗ്യത്തിന് ഇവിടെ ആനയും പുലിയും കടുവയും പന്നിയും പോത്തൊന്നും ഇല്ലാത്തോണ്ട് രക്ഷപ്പെട്ടു. അതൊക്കെ അവർ തിന്നു കഴിഞ്ഞു. ഒരു കാര്യം ഈ അരുണാചൽ പ്രദേശിലെ ഒരു കാര്യം പറയാം. അതായത് ഇവിടുത്തെ ട്രൈബ്സ് അവർ ഹണ്ടർ ഗാദറേഴ്സ് ആയിരുന്നു പണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഈ കാട്ടിലുള്ള ഒരുമാതിരിപ്പെട്ട പക്ഷികളെയും മൃഗങ്ങളെയൊക്കെ അവർ വേട്ടയാടി കഴിച്ചു കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് മൃഗങ്ങൾ ആക്രമിക്കും എന്നുള്ളൊരു പേടിയില്ലാതെ ഈ കാട്ടിലൂടെ പോകാൻ പറ്റും ഏത് രാത്രിയും. നമ്മൾ കണ്ടിട്ടുണ്ട് പലരും ഈ ഒരു തരം തോക്ക് ഏന്തിയിട്ടാണ് അവർ നടക്കുന്നത്. അതൊരു പെല്ലറ്റ് ഗണ്ണാണ്. അവരെപ്പോഴും അത് കരുതും. ഒരു പക്ഷിയെ കണ്ടാൽ അവരുടെ ഒരു ഇൻസ്റ്റിങ്ക്റ്റാണ്, ഒരു ഗോത്രീയമായൊരു ഇൻസ്റ്റിങ്ക്റ്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളപ്പോൾ ഉറിയിൽ വരെ വന്നൊരു തദ്ദേശീയമായിട്ടുള്ള ഒരാളുണ്ടായിരുന്നല്ലോ, അവൻ്റെ കയ്യിലൊരു ഇതുപോലെ ഒരു തോക്ക് കരുതുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അച്ഛൻ താമസിക്കുന്ന പ്രീസ്റ്റ് ഹൗസിൽ ഇരുന്നപ്പോൾ ആ മരത്തിൽ വളരെ ഭംഗിയുള്ള കുറച്ച് ചെറുകിളികൾ ഇങ്ങനെ വന്നിരിക്കുകയായിരുന്നു. ഞാനും ബിബിനും ഒക്കെ ആ മരത്തിൽ ആ കിളികളുടെ ഒച്ചയും ഇതെല്ലാം നോക്കിയിട്ട് നമ്മളിങ്ങനെ ആസ്വദിച്ചിരിക്കുമ്പോൾ ഇവൻ ആ പെല്ലറ്റ് ഗണ്ണ് വെച്ചിട്ട് പൊട്ടിക്കുകയാണ് ചെയ്തത്. ഭാഗ്യത്തിന് ആ പക്ഷികൾക്കൊന്നും പറ്റില്ല, അത് പറന്നുപോയി. അവരുടെ ഒരു ഇൻസ്റ്റിങ്ക്റ്റ്, ബേസിക് ഇൻസ്റ്റിങ്ക്റ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കൊല്ലുക, എന്തിനെ കിട്ടിയാലും കൊല്ലുക എന്നുള്ളൊരു ഇൻസ്റ്റിങ്ക്റ്റാണ് ഇവർക്കുള്ളത്. അതിനെ ഒരു കാലക്രമേണ ഒരു വിദ്യാഭ്യാസമൊക്കെ ആർജിക്കുന്നതോടുകൂടി മാറി വരുമെന്നാണ് നമ്മുടെ ഒരു പ്രതീക്ഷ. അപ്പോൾ ഇതുകൊണ്ട് ഈ കാട്ടിൽ ശരിക്കും പക്ഷികളൊന്നും അങ്ങനെ ഇല്ല. നമ്മൾ രാവിലെയൊക്കെ എഴുന്നേൽക്കുമ്പോൾ പക്ഷികളുടെ കളകൂജനമൊന്നും ഇവിടെ കേൾക്കാൻ പറ്റില്ല അധികം. അതാണ് ഇവിടുത്തെ ഒരു അവസ്ഥ. അപ്പോൾ ഇവിടുത്തെ കാട് മൊത്തം പക്ഷികളും മൃഗങ്ങളൊന്നും ഇല്ലാത്തൊരു കാടാണ് ശരിക്കും. ഇതൊന്നുമല്ല, ഇതിന്റെ അപ്പുറത്ത് ചാടി കിടന്നവനാണ് ഈ KK ജോസഫ് എന്ന് പറഞ്ഞ് ഞാൻ താഴേക്ക് പോകുമ്പം എന്നെ ഒന്ന് എടുത്തോട്ട് പറഞ്ഞു കേട്ടോ. എന്തായാലും കൊള്ളാം. ഇതങ്ങ് തീരുന്നില്ല കേട്ടോ, ഇത് തുടങ്ങിയിട്ടേ ഉള്ളൂ. വടി വെട്ടിട്ടുള്ളെന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയായി കേട്ടോ സാറേ. അച്ഛൻ ഇങ്ങനെ ഒരു കൊടുംപാതകം ചെയ്യുമെന്ന് വിചാരിച്ചോ? അച്ഛൻ പറഞ്ഞല്ലോ 1.5 മണിക്കൂറേ നടക്കാനുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ചിലപ്പം ഒരു 3 കിലോമീറ്റർ 4 കിലോമീറ്റർ ഒക്കെ അല്ലേ, മാക്സിമം പോയി കഴിഞ്ഞാൽ 5 കിലോമീറ്റർ എന്നൊക്കെയാണ് വിചാരിച്ചത്. ഇതിപ്പോൾ അത് കൂടുതലുണ്ടോ എന്ന് എനിക്കൊരു സംശയം. എന്തായാലും പോയി നോക്കാം, അതല്ലാതെ ഇനി മാർഗ്ഗമില്ലല്ലോ. പാതി വഴി വെച്ച് ഒരു പരിപാടി നമ്മൾ നിർത്തുന്ന ഒരു സംഭവമില്ല. നിർത്തിയിട്ട് എന്തെടുക്കാനാ, ഇവിടെ ക്യാമ്പ് അടിക്കാനാ? ഇനി തിരിച്ചു പോകണമെങ്കിൽ തന്നെ നല്ല ദൂരമുണ്ട്. എന്തായാലും നമുക്ക് ആ വില്ലേജിൽ പോയി അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് എന്തായാലും നമ്മൾ തിരിച്ചു പോകുള്ളൂ, അതിനെന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാലും. ഫാദർ, ഇവരെന്താ ഇങ്ങനെ ഈ ഒരു ഭാഗത്ത് മരമൊക്കെ വെട്ടിക്കളഞ്ഞേക്കുന്നത്? അതായത് ഇവിടെ എല്ലാം ഏലം നടാൻ വേണ്ടി ക്ലിയർ ചെയ്തിട്ടിരിക്കുന്നതാണ്. ഇവിടെ ഏലം വളരുമോ? ഏലം വളരും. നല്ല തണുപ്പുള്ള സ്ഥലമായതുകൊണ്ട് ഏലം നന്നായിട്ട് വളരും. അല്ല, മീൻസ് നമ്മുടെ നാട്ടിലെ പോലത്തെ ഏലോ? നമ്മുടെ നാട്ടിലെ പോലെ ഏലം ബ്ലാക്ക് കാർഡം എന്ന് പറയും. ബ്ലാക്ക് കാർഡമം. ഓക്കെ, അതായത് കറുത്ത ഏലം എന്ന് പറയും. നമ്മുടെ നാട്ടിലും കുറച്ച് വലുപ്പം കൂടിയ ഏലമാണ്. നമ്മുടെ നാട്ടിൽ അത്രയും ഡിമാൻഡ് ഇല്ല, എന്നാലും അത്യാവശ്യം ഡിമാൻഡ് ഉള്ള ഒരു ഏലം തന്നെയാണിത്. ഇവർക്ക് അങ്ങനെ കൃഷി രീതിയൊന്നും ഇല്ലായിരുന്നു. അതൊക്കെ ഈ ഏലം അടുത്ത കാലത്ത് വന്നതാണ്.
അവർക്ക് സ്ഥലം ഉണ്ടായിരുന്നു, പക്ഷെ ഇവിടെ ഒന്നും ഇതിനു മുമ്പ് ഒരു കൃഷിയില്ലായിരുന്നു, വെറുതെ കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലമായിരുന്നു. ഇപ്പോഴാണ് ഇവിടെ ഒരു കാട് വെട്ടിത്തെളിച്ച് അവർ ഏലവും മറ്റുമൊക്കെ നടാനായിട്ട് ജസ്റ്റ് തുടങ്ങുന്നത്. അതിനുവേണ്ടി ഒരുക്കിയിട്ടിരിക്കുന്നതെല്ലാം. അപ്പോൾ ഇതിനു വേണ്ടി ഇങ്ങനെ മരമൊക്കെ വെട്ടി ഒരുക്കിയിരിക്കുകയാണ്. ഇനിയിപ്പം ഈ തണുപ്പ് കാലം കഴിയുമ്പോൾ അത് ഫെബ്രുവരി അവസാനത്തോടുകൂടി ഇവിടെ ഏലം നടും. ഏലം നടും. ഓക്കെ, അപ്പോൾ ഇനി മുന്നോട്ട് കിടക്കാം അല്ലേ? ഓക്കെ, ശരി. എൻ്റെ പിന്നെ ഒരു മലയുടെ തുഞ്ചത്തൂടെയാണ് കേട്ടോ നമ്മൾ പോകുന്നത്. ഒന്ന് അങ്ങോട്ട് നോക്കിയതുണ്ടോ, ഇത്രേ ഉള്ളൂ. ഇവിടെ നിന്ന് തെന്നി പോയി കഴിഞ്ഞാൽ, കാല് തെന്നി കഴിഞ്ഞാൽ അങ്ങ് താഴെ പോയി കിടക്കുക. അവിടെ ഒരു ചെറിയ അരുവി ഒഴുകുന്നുണ്ട്. ഇപ്പോൾ ഇത്രയും വീതി കുറഞ്ഞ ഒരു ഭാഗത്തൂടെയാണ് ഇപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നടന്നെത്തിയപ്പോഴത്തേനും ഇനി പോകേണ്ട ഒരു വഴി കാണിച്ചു തരാവേ. ഇങ്ങനെ കയറിയിട്ട് ഈ മലയുടെ തുഞ്ചത്തൂടെ ഇങ്ങനെ അങ്ങ് പോകണം. ഇവിടെ ഇത്രയും സേഫ് എന്ന് ഞാൻ വിചാരിച്ചു, കുറച്ചെങ്കിലും ഉണ്ടല്ലോ പിടിച്ച് പോകാമെന്ന് വിചാരിച്ചത്. അവിടെ എത്തിയപ്പോഴത്തേനും നോക്കി തീരെ വീതി കുറവാണ് കേട്ടോ. കറക്റ്റ് ഒരാൾക്ക് നടന്നു പോകാനേ പറ്റുള്ളൂ. ഇതുപോലെ ചെറിയ വഴിയിലൂടെ വേണം നമുക്ക് കടന്നു പോകാനായിട്ട്. ഇവിടെ എന്തായാലും ഒരു ചെറിയ പാലം പോലെ അവർ തടി കൊണ്ട് നിർമ്മിച്ചിട്ടുണ്ട്. എന്തായാലും പതുക്കെ ഇതിലെ അങ്ങ് മുകളിലേക്ക് കയറാം. ഇവിടെയൊക്കെ നല്ല കുത്തനെ കയറ്റമാണ് കേട്ടോ, പിടിച്ച് കയറാം. അതേ വേറെ മാർഗ്ഗമുള്ളൂ. ഇവിടെ പിന്നെ ഒരു പിടിക്കാനായിട്ടൊരു ചെറിയ കമ്പ് കൊടുത്തിട്ടുണ്ട്. പ്രായമായ ആൾക്കാരൊക്കെ കയറുമ്പോഴേ അല്ലെങ്കിൽ ബുദ്ധിമുട്ടല്ലേ. കണ്ടോ, ഇങ്ങനെ വേണം നമുക്ക് മുകളിലേക്ക് കയറാനായിട്ട്. ഇവിടെ നല്ല കുത്തിനെ കയറ്റുക, മുട്ടൊക്കെ നല്ലപോലെ മടക്കി വേണം കയറാനായിട്ട്. എൻ്റെ അമ്മോ, ഓക്കെ സെറ്റ്. അവരിവിടെ നടന്നെത്തി എന്തായാലും. സാറേ, വീതി കുറഞ്ഞു വരുവാണല്ലോ. താഴോട്ട് പോയി കഴിഞ്ഞാൽ നേരെ വെള്ളത്തിലേക്ക് പോയി കിടക്കും അല്ലേ? കേട്ടില്ല. ഒന്നുകൊണ്ട് പേടിക്കണ്ട, താഴോട്ട് പോയാലും അവിടെ തന്നെ കിടന്നോളൂ. എടുത്തോണ്ട് പോലോ, പിന്നെയും പോകാനുള്ള സാധ്യത ഇല്ല. മാക്സിമം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പേടിക്കണ്ട. അപ്പോഴത്തേനും കാലും കൈ കൊടിഞ്ഞ് ഒരു വരുവായിക്കോളും. പിന്നെ ഒന്ന് തൂക്കിക്കൊണ്ട് പോണേ. ഭാഗ്യം പോലെ എന്തായാലും കൊള്ളാം. നേരത്തെ പറഞ്ഞല്ലോ ഈ കാട്ടില് പക്ഷിയൊന്നും ഇല്ലാത്ത കാര്യം. നമ്മുടെ കൂടെ വന്ന ചെക്കൻ്റെ അടുത്തേ, ഈ നമ്മുടെ വഴികാട്ടിയായിട്ട് വന്ന ചെക്കൻ, അവനോട് ഞാൻ ചോദിച്ചു നിങ്ങളുടെ കാട്ടില് മൃഗങ്ങളും പക്ഷികളൊന്നും ഇല്ലെന്ന്. അവൻ പറഞ്ഞു ഞങ്ങൾ എല്ലാത്തിനും വെടിവെച്ച് തിന്നു. ശരി, അത്രേ ഉള്ളൂ. വളരെ കൂളായിട്ട് പറഞ്ഞു, ചിരിച്ചോണ്ട് പറയുന്നു. ശരി. ഇപ്പം നമ്മൾ കേരളത്തിലെ ഏതെങ്കിലും ഒരു കാട്ടില് ഇത്രയും ദൂരം നടന്നെങ്കിൽ ഏതെങ്കിലും ഒരു പക്ഷികളുടെ ഒച്ച കേൾക്കുമായിരുന്നു. പിന്നെ ഇവിടെ നീ കേട്ടായിരുന്നോ? ഇല്ല, ഇവിടെ ഒന്നും ഒന്നും കേൾക്കാനില്ല. അതാണ് അവസ്ഥ. അവർ ഈ തലമുറകളായിട്ട് വേട്ടയാടി പിടിച്ച് സകല തന്നെ തിന്ന് തീർത്തിരിക്കുകയാണ്. അവൻ്റെ വായിന്ന് തന്നെ അത് കേട്ട്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇവിടുത്തെ അവസ്ഥ. സാറ് പറഞ്ഞ കേട്ടില്ലേ, നമുക്ക് ധൈര്യമായിട്ട് നടക്കാം. പക്ഷെ എന്നാലും മൃഗങ്ങളൊക്കെ എല്ലാം കൊന്നു തിന്നുക എന്ന് പറയുമ്പോൾ നമുക്ക് ചെറിയൊരു സങ്കടം തോന്നും. കാരണം നമ്മുടെ ആവാസ വ്യവസ്ഥയ്ക്ക് ഇതൊക്കെ ആവശ്യമാണ്, പ്രത്യേകിച്ച് ജീവജാലങ്ങളെല്ലാം. അപ്പോൾ അതിനൊക്കെ നശിപ്പിച്ചു കഴിഞ്ഞാൽ എന്താ ഉണ്ടാകുക? ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാകും ഭാവിയിൽ. അല്ല സാറേ, ഇനി നമുക്ക് എന്താ അടുത്ത പരിപാടി? മടുത്തു. കുറച്ച് വെള്ളം കുടിക്കാം. നമ്മൾ അവിടെ നിന്ന് വന്നപ്പോൾ ആ വീട്ടുകാരൻ നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ തന്നിട്ടുണ്ട്. ഓറഞ്ച് തന്നു, വെള്ളം, പിന്നെ അതോടൊപ്പം തന്നെ ക്യാനിലുള്ള എന്താ ജ്യൂസ് ഒക്കെ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ കുടിച്ചിട്ട് നമ്മൾ ഇത്രയും ദൂരം സഞ്ചരിച്ചില്ലേ. അതെ, ഇനി ഒരു എനർജി ഇല്ലാതെ പോകണ്ട. എനർജി ഒന്ന് കൂട്ടിയിട്ട് പോവാം. ഓറഞ്ച് ഉണ്ടല്ലോ നമ്മുടെ? ഓറഞ്ച് ഉണ്ടല്ലോ. ഓറഞ്ചും എല്ലാം ഉണ്ട്. ഓക്കെ, അച്ഛനും ഓരോന്നൊക്കെ കുടിച്ചോ. അല്ല, അത് വേണമെങ്കിൽ അദ്ദേഹത്തിന് കൊടുത്തോ. എനിക്ക് വെള്ളമായാലും മതി, കുഴപ്പമില്ല. എന്തായാലും എനിക്ക് ഓറഞ്ച് വേണം. എന്തായാലും ഇനി ഓറഞ്ച് കഴിക്കാം. നമ്മുടെ ചേട്ടൻ അവിടെ നിന്ന് ഓറഞ്ചൊക്കെ പറിച്ച് തന്നു വിട്ടതാ. അപ്പോൾ എന്തായാലും ഉപകാരമായി കേട്ടോ. ഇല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ തളർന്നു പോയനെ. ഒരു എനർജി ഡ്രിങ്കും കുടിച്ച് കുറച്ച് വെള്ളം കുടിച്ച് ഈ ഓറഞ്ച് കൂടെ കുടിക്കുമ്പോഴത്തേനും ബാക്കി നടക്കാനുള്ള ഊർജ്ജം നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ എല്ലാവരും ഓരോ ഓറഞ്ച് കഴിക്കും. എന്നിട്ട് നമുക്ക് മുന്നോട്ടുള്ള യാത്ര തുടരാം. അങ്ങനെ എന്തായാലും എനർജി ഡ്രിങ്കൊക്കെ കുടിച്ചു. നമ്മൾ പിന്നെയും നമ്മുടെ നടത്തം ആരംഭിക്കുകയാണ്. ഇനിയിപ്പോൾ എത്ര ദൂരമുണ്ട്? ഇത് ഒരു കണക്ക് ചോദിക്കാനായിട്ട് അച്ഛനും അറിയില്ല. അച്ഛന് ഈ ഒരു സമയക്രമം മാത്രമേ അച്ഛനും അറിയത്തുള്ളൂ. കിലോമീറ്ററൊന്നും ഇവർക്കൊന്നും ആർക്കും അറിയില്ലല്ലോ. ഇവരങ്ങ് നടക്കുന്നു, ഇവരങ്ങ് പോകുന്നു. അപ്പോൾ അതുകൊണ്ട് കിലോമീറ്റർ കണക്കൊന്നും ഇവർക്കറിയില്ല. പക്ഷെ എൻ്റെ പൊന്നെ, ഒന്നും ആയിട്ടില്ല. ഒരു മല അങ്ങ് ദൂരെ കാണുന്നുണ്ട്, അതിലൂടെ ഒരു നടപ്പാതയും കാണുന്നുണ്ട്. ദാറ്റ് മീൻസ് ആ വഴിയൊക്കെ നടന്നു പോകാനുണ്ടെന്നാണ് അതിനർത്ഥം. അതർ അങ്ങ് ആ കാണുന്ന വഴി കൂടെയൊക്കെ നമുക്ക് പോകണോ? ശേ, അതെന്നെ കടാതെ ആകർഷിച്ചിരിക്കുകയാണ്. അത് കൊള്ളാം. സാറേ, സാറ് വല്ലതും കാണുന്നുണ്ടോ? എന്താ കാണുന്ന മല ഉണ്ടോ? അത് അവിടെ അതിലെ കൂടെ നടന്നു പോകേണ്ടത് ഇനി. ഇപ്പൊ ഞാൻ ശരിക്കും പേടിച്ച്. അത് ശരി.
ഇപ്പം എങ്കിലും നടന്നാൽ വൈകിട്ടെങ്കിലും ചെല്ലു വെച്ചാ ഇങ്ങനെയാണെങ്കിൽ തിരിച്ചപ്പം എങ്ങനെ വരും എന്നുള്ളതാണ്. ഇനിയിപ്പോൾ അവിടെ വല്ല പായം പിരിച്ച് കിടക്കേണ്ടി വരുമോ?